ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹോങ്കോങ് ഗോസ്റ്റ് സ്റ്റോറീസ് എന്ന ഒരു സൂപ്പർ ഹൊറർ മൂവിയുമായിട്ടാണ്. ഒത്തിരി ട്വിസ്റ്റുകളൊക്കെയുള്ള ഒരു അടിപൊളി മൂവി തന്നെയാണിത്. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹൊറർ മൂവീസിന് വേണ്ടിയിട്ട് മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇതിലെ നായികയായിട്ടുള്ള ജെന്നിഫർ ആകട്ടെ ഒരു സ്കൂളിലേക്ക് ടെമ്പററി ടീച്ചറായിട്ട് ജോയിൻ ചെയ്യാനായി വരികയാണ്. അങ്ങനെ അവളാകട്ടെ സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുന്നു. അവിടെ ആകെ കോങ് എന്ന് പറയുന്ന ഒരു മിസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവരോട് ജെന്നിഫർ സംസാരിച്ചു നിൽക്കുന്ന ആ സമയത്ത് ആ സ്കൂളിലെ പ്രിൻസിപ്പൽ അവിടേക്ക് വരുന്നു. അവർ രണ്ടുപേരും കൂടി ജെന്നിഫറിനെ F4 എന്നൊരു ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടാണ്. എന്നാൽ അവൾ എത്ര നോക്കിയിട്ടും അവിടെ F4 എന്നൊരു ക്ലാസ് മാത്രം കാണാനായി സാധിക്കുന്നില്ല. അങ്ങനെ അവൾ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഡോങ് ഡോങ് എന്ന ഒരു സ്റ്റുഡൻറ്റ് അവിടേക്ക് വരുന്നത്. ജെന്നിഫർ ആ സ്റ്റുഡൻറ്റിനോട് F4 ക്ലാസ് എവിടെയാണ് എന്നൊക്കെ തന്നെ ചോദിക്കുന്നു. ആ സ്റ്റുഡൻ്റ് ആകട്ടെ പറയുന്നു, മിസ്സേ അത് എൻ്റെ ക്ലാസ്സാണ്, ഞാൻ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞ് അവളെ അവൾ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അവൾ ക്ലാസ്സിലെത്തുമ്പോഴാകട്ടെ അവിടെയുള്ള സ്റ്റുഡൻസ് ഒക്കെ ഭയങ്കര അലമ്പ് കാണിക്കുകയാണ്. അവളെ ഒരു റെസ്പെക്റ്റ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം അവൾ സ്കൂളിലെത്തുമ്പോഴാകട്ടെ അവൾ ബാത്റൂമിൽ ലോക്കുമാകുന്നു. അവിടെ അമാനുഷികമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുകയാണ്. അങ്ങനെ അവൾ പേടിച്ചവിടെ ഇരിക്കുകയാണ്. രാത്രിയായിട്ടും അവളെ കാണാത്തതിനാൽ അവളുടെ അച്ഛൻ അവളെ അന്വേഷിച്ച് സ്കൂളിലേക്ക് എത്തുകയും അവളെയും കൂട്ടി വീട്ടിലേക്കും പോകുന്നു. അങ്ങനെ അവൾ നെക്സ്റ്റ് ഡേ വീണ്ടും പഠിപ്പിക്കാനായി പോകുന്നു. അവളാകട്ടെ ആ കോങ് എന്ന മിസ്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട് F4 ക്ലാസ്സിലെ കുട്ടികൾക്ക് കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കണമെന്ന്. എന്നാൽ ആ മിസ് അപ്പോൾ പറയുന്നു, F4 ക്ലാസ്സോ, ഞാൻ F5ലേക്ക് പോകാനല്ലേ പറഞ്ഞത് എന്ന്. അപ്പോൾ അവൾ പറയുന്നു, മിസ്സിന് എന്തോ തെറ്റ് പറ്റിയതാണ്, എന്നെ F4ലേക്ക് തന്നെയാണ് വിട്ടത് എന്ന്. അങ്ങനെ ആ ക്ലാസ് കാണിക്കാൻ ജെന്നിഫർ ആകട്ടെ ആ മിസ്സിനെയും കൂട്ടിക്കൊണ്ട് പോവാണ്. എന്നാൽ ആ ക്ലാസ് പഴയതുപോലെ ആയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോങ് മിസ്സും പ്രിൻസിപ്പലും കൂടി അവളോടൊരു കാര്യം പറയുന്നത്. F4 ക്ലാസ്സിലെ സ്റ്റുഡൻസ് ഒക്കെ ഒരു തീപിടുത്തത്തിൽ മരിച്ചു പോയതാണെന്ന്. ഇത് കേട്ട് അവൾ ഷോക്കാകുന്നു. എന്നിട്ട് അവൾ F5ലേക്ക് ക്ലാസ് എടുക്കാനും പോകുന്നു. എന്നാൽ അവിടെ ചെന്നപ്പോൾ F4ലെ പിള്ളേർ തന്നെ അവിടെയും ഇരിക്കുന്നു. ചെറിയൊരു ഭയത്തോടെയാണെങ്കിലും അവൾ ക്ലാസ് എടുക്കാൻ ആരംഭിക്കുകയാണ്. എന്നാൽ ആ സ്റ്റുഡൻസ് ആകട്ടെ അവളെ പേടിപ്പിക്കുന്നു. പേടിച്ചു പോയ അവൾ ക്ലാസ്സിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് എത്തുന്നു. ആ സമയത്ത് അവളെ അവളുടെ അമ്മ കോൾ ചെയ്യുകയും താൻ സ്കൂളിലുണ്ടെന്ന് പറയുകയും ചെയ്യാണ്. അങ്ങനെ അവൾ അവളുടെ അമ്മയെ രക്ഷിക്കാനായി അവിടേക്ക് വരുന്നു. അവൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ആ സ്റ്റുഡൻസ് അവളുടെ അമ്മയെ കൊല്ലാനായി നോക്കുന്നതാണ്. അവളുടെ അമ്മയെ താഴേക്ക് അവർ തള്ളിയും ഇടുന്നു. ഇത് കണ്ട അവൾ ഒരു കത്തി ഉപയോഗിച്ച് ആ പിള്ളേരെ ഒക്കെ തന്നെ കൊല്ലുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് പോലീസുകാരും ഒക്കെ തന്നെ വരുന്നതാണ്. അവളുടെ അച്ഛനും അവരുടെ കൂടെയുണ്ട്. സത്യത്തിൽ ജെന്നിഫർ കൊന്നത് ഒറിജിനൽ സ്റ്റുഡൻസിനെയാണ്. നീ എന്തിനാണ് ഇവരെ കൊന്നത് എന്നൊക്കെ തന്നെ അച്ഛൻ ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, എൻ്റെ അമ്മയെ കൊന്നിട്ടാണെന്ന്. എന്നാൽ അടുത്ത സെക്കൻഡിൽ അവളുടെ അമ്മ അവിടേക്ക് വരുന്നു. അതോടൊപ്പം ആ സ്കൂളിലെ പ്രിൻസിപ്പളും അവിടേക്ക് വരുന്നുണ്ട്. എന്നാൽ അത് വേറൊരാളായിരുന്നു. പോലീസിനോട് അവൾ പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ സ്റ്റാഫൊന്നും അല്ല എന്ന്. ഇതെല്ലാം കാണുന്ന അവളാകട്ടെ അവരോട് പറയുന്നുണ്ട്, എന്നെ നിയമിച്ചത് ഒരു ലേഡി പ്രിൻസിപ്പളാണെന്ന്. ഇവിടെയാണ് ഈ ഒരു മൂവിയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് റിവീൽ ആകുന്നത്. കോങ് മിസ്സും ആ ലേഡി പ്രിൻസിപ്പളും ഒക്കെ തന്നെ പ്രേതങ്ങളായിരുന്നു. F4ലെ സ്റ്റുഡൻസ് തീപിടുത്തത്തിൽ മരിച്ചപ്പോൾ അവരും അവരുടെ കൂടെ മരിച്ചിട്ടുണ്ടായിരുന്നു. അവളെ ഇവിടെ കൊണ്ടുവന്നതും അവളെ കൊണ്ട്